അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നാൾ മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയ ആ ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഏകദേശമൊക്കെ ഓക്കെ ആയി വരുന്ന, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ആകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു ചാനലാണല്ലോ, ഒരിക്കൽ സബ്ബായിട്ടുണ്ട്. എന്തായാലും കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ആക്കി നമുക്ക് എങ്ങനെയെങ്കിലും മണിക്കൂർ കൂടെ തികച്ച് എടുക്കണം കേട്ടോ. ഒന്നിങ്ങനെ മോണിറ്റൈസറാക്കി എടുക്കണം ഈ ഒരു ചാനൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇത്രയും ഈ ഒരു ചാനൽ ഇത്ര പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുമ്പ് എൻ്റെ കുക്കിംഗ് ചാനൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഒരു ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചാനൽ പെട്ടെന്ന് എനിക്കൊരു ആയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, ഞാനിതിലൊരു സബ്ബ് ഒരാളോട് പോലും ഈ ഒരു ചാനലിൽ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് സബ്ബ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെന്നെ ഇഷ്ടപ്പെട്ട് വന്നവരാണ് ഈ ഒരു ചാനലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ ഒരു ചാനലിൽ വ്ളോഗ് ചെയ്യും ഇൻഷാ അല്ലാ. കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. ഷാഫ്ക്കാക്ക് ഇന്ന് ലഞ്ച് കൊണ്ടുപോകണം, അതുപോലെ 10 മണിത്തേക്കുള്ളതും കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉപ്പേരിക്കൊക്കെ നരിഞ്ഞെടുക്കണം. എന്തായാലും ഉപ്പേരി വെക്കുകയാണല്ലോ, അപ്പോൾ ഉച്ചത്തേക്കും കൂടെ കണക്കാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ടൈമുണ്ട്, അപ്പോൾ എന്തായാലും പെട്ടെന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻവേർട്ടറിലെ ബാറ്ററിയിൽ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഷാഫ്ക്കാക്കിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മുടെ ഉപ്പേരിക്കൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകി ഒന്ന് വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നേരത്തെ വെച്ചിരുന്ന ഗ്രീൻ പീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് രാവിലത്തേക്കുള്ളതാണ്. ഷാഫ്ക്കാക്ക് എന്തായാലും കടി കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതിലേക്ക് ഗ്രീൻ പീസ് കറി രാവിലെ നമുക്ക് കഴിക്കാനും ഗ്രീൻ പീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മീനുണ്ടായിരുന്നു മുളകിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതും ഉച്ചത്തേക്ക്. അങ്ങനെ എല്ലാം പെട്ടെന്ന് രാവിലെ തന്നെ ഒതുക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളത്തെ പരിപാടി കഴിഞ്ഞാൽ തന്നെ അടുക്കള വൃത്തിയാക്കിയിട്ട് പാത്രങ്ങൾ കഴുകി ഒതുക്കി വെച്ചാൽ തന്നെ 3/4 ഭാഗം പണി തീർന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ആ പണികളൊക്കെ ഒന്ന് തീർക്കണം. എന്തായാലും അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉച്ചത്തേക്കുമുള്ള കണക്കാക്കി വെക്കുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും ഗ്യാസ് ലാഭം സമയ ലാഭമൊക്കെ ആയിട്ട് തോന്നും. പിന്നെ കുക്കിംഗ് വീഡിയോ എന്തെങ്കിലും എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വീഡിയോ എടുക്കലും പിന്നെ ഈ ഒരു വ്ളോഗ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ചാനൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഈ ഒരു ചാനൽ ഒരു പ്രതീക്ഷയോടെ തുടങ്ങിയൊരു ചാനലാണ്. വ്ളോഗായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ എന്തായാലും ഞാൻ അറിയാതെ തന്നെ ഇതിൽ ഒരിക്കൽ ആയിട്ടുണ്ട്. ഞാൻ ആരോടും, എൻ്റെ ഫ്രണ്ട്സിനോടോ അതുപോലെ ഫാമിലിയിലോ ഒന്നും വിളിച്ച് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് സബ്ബ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ആദ്യത്തെ ചാനലെന്ന് പറഞ്ഞാൽ എന്നെ എന്താ പറയുക, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടും സബ്ബ് ചെയ്യുമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു ചാനലിൽ സബ്ബായി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതൊരിക്കൽ എങ്ങനെ ആയി എന്ന് തന്നെ ഞാൻ അറിയില്ല, അങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേറെ എന്നെ ഇഷ്ടപ്പെട്ട് വന്നവർ തന്നെയാണെന്ന് തീർച്ചയാണ് കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ വ്ളോഗ് എന്നെക്കൊണ്ട് പറ്റും പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കും ഇൻഷാ അല്ലാ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ ഒരു ചാനലിൽ ഞാൻ എത്ര ഷോർട്ട് വീഡിയോ ഇട്ടാലും എനിക്ക് സബ്ബ് കൂടില്ല കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ഇട്ടാൽ എനിക്ക് സബ്ബ് കൂടും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ചാനലിലെ ലോങ് വീഡിയോ ആണ് നല്ലതെന്ന് തന്നെ തോന്നുകയാണ്. ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോ ഇട്ടു, പക്ഷേ എനിക്ക് സബ്ബ് കൂടുന്നില്ല, വാച്ച് ടൈമോ ഒന്നും ആവുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ട് മുടങ്ങി പോകും കേട്ടോ. എടുക്കാൻ പറ്റുന്നേ ഇല്ല. എടുക്കുകയാണെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാനും എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും മുടക്കവും കാര്യങ്ങളും വരികയാണ് കേട്ടോ. എന്തായാലും ഇനി പറ്റും പോലെ ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് മുന്നേ എടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മഴയൊന്നുമല്ല, നല്ല വെയിലുള്ള സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ, ദോശ തന്നെയാണ്. അപ്പോൾ അധികം ദോശയൊന്നുമല്ല ഞാൻ ഉണ്ടാക്കാറ്, എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ്. പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയും തക്കാളി വരട്ടിയതും പിന്നെ മുട്ടയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കും, എന്തെങ്കിലും ഇതേപോലെ മഞ്ഞൾ കലക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ കുടിച്ചതൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ ടൈമാണ് കേട്ടോ. ശരിക്കും ഇത് എൻ്റെ അടുക്കളയത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് പറഞ്ഞാൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കള തുടച്ചിട്ടൊന്നുമില്ല.
അപ്പോൾ ഇത് ഈ ഒരു ഫുഡും കാര്യങ്ങളായാൽ തന്നെ മുക്കാൽ ഭാഗം പണിയായിട്ടോ. പിന്നെ അടിക്കലും തുടക്കലും കുളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കണ്ടോ നല്ല വെയിലാണ്. ഞാൻ പറഞ്ഞ ഒരുപാട് നാൾ മുൻപ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ മുറ്റൊക്കെ കാണുകയാണെങ്കിൽ നല്ല മഴ പെയ്തിട്ട് ആകെ അലങ്കോലമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ സമയത്ത് ഞാൻ ചോറ് ബാക്കി വന്നത് ചെറിയ ജീരകം, കുരുമുളക്, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ച് ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പൊരിച്ച് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, അതാണ് ഇത് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ പിന്നെ അങ്ങോട്ട് വ്ളോഗ് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല കേട്ടോ. ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ അങ്ങോട്ട് നമുക്ക് വ്ളോഗൊക്കെ എടുക്കാം. അപ്പോൾ ഇതൊക്കെ പൊരിച്ച് തീർന്ന് നോക്കട്ടെ. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ വ്ളോഗിൽ കാണിക്കട്ടോ. അപ്പോൾ ഇതേപോലെ ചോറ് ബാക്കി വന്നാൽ നിങ്ങളിങ്ങനെ ഉണക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കിത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ സ്മൂത്തി കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അന്ന് സ്മൂത്തി ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോർമലി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.